പഠനം രസകരവും കാര്യക്ഷമവും ആക്കാനുള്ള ഒരു രീതിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് SQ3R മെത്തഡോളജി. എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ അറിയാവുന്ന കാര്യമായിരിക്കും SQ3R മെത്തഡോളജി. SQ3R: എസ് സർവേ, Q ക്വസ്റ്റ്യൻ, 3 റീഡ്, ഒന്നാമത്തെ 6 റീഡ്, രണ്ടാമത്തെ 6 റിസൈറ്റ്, മൂന്നാമത്തെ 6 റിവ്യൂ. അതായത് SQ3R. ഫ്രാൻസിസ് പി റോബിൻസൺ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് എഫക്റ്റീവ് സ്റ്റഡി എന്ന ബുക്കിലാണ് ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇന്ന് കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, കിട്ടുന്നില്ലാണ്. കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമായ ഒരു മെത്തഡോളജിയാണ് SQ3R. അതുപോലെ ക്രിട്ടിക്കൽ റീഡിങ്. ഇന്ന് ക്രിട്ടിക്കൽ റീഡിങ് പല മത്സര പരീക്ഷകൾക്കും അവിഭാജ്യ ഘടകമാണ്. SQ3R രീതിയിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ റീഡിങ് വളരെയേറെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. SQ3Rന്റെ ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് സർവേ. ഇപ്പൊ ഞാൻ ഒരു ബുക്ക് എടുക്കാം. ഒരു ബുക്ക് ആദ്യമേ തന്നെ കിട്ടുമ്പോൾ ബുക്ക് എടുത്ത് വായിക്കരുത്. ഇത് അറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കാണ്. ആദ്യം തന്നെ ബുക്ക് വായിക്കരുത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ബുക്കിന്റെ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ്, എന്തെങ്കിലും ഇല്ലുസ്ട്രേഷൻസ് ഉണ്ടോ, ബാക്ക് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ബുക്കിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടും. നമ്മൾ ഒരു സിറ്റിയിൽ പോകുമ്പോൾ ആദ്യമേ മാപ്പ് കാണും നമ്മുടെ കയ്യിൽ. മാപ്പ് ഉണ്ടെങ്കിൽ മാപ്പ് വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു മാപ്പ് കിട്ടുന്ന ഒരു ഐഡിയക്ക് വേണ്ടിയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ബുക്ക് കിട്ടുമ്പോൾ ആദ്യം നമ്മൾ വായിക്കരുത്, മറിച്ച് ബുക്ക് ജസ്റ്റ് അതിന്റെ കണ്ടന്റ്സും മെയിൻ പോയിന്റ്സും ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. വായന കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റും. അടുത്ത വാക്ക് Q ആണ്. Q മീൻസ് ക്വസ്റ്റ്യനിങ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഉച്ചയായി വണ്ടിയിൽ പോവുകയാണ്, നല്ല വിശപ്പുണ്ട്. ഒരു ഹോട്ടലിന്റെ ഫ്രണ്ട് നിർത്തണമെങ്കിൽ നമ്മൾ സിറ്റി കൂടെ ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ വേറെ കടകളൊന്നും കാണത്തില്ല. ഏത് ഹോട്ടലുണ്ടെന്ന് നോക്കത്തുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിനിൽ അതാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ കണ്ടെടുത്ത് വല്ലതും കഴിക്കുക എന്നുള്ളത്. അപ്പം അതുപോലെ ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് വായിക്കുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് കണ്ടുപിടിക്കണം, എന്താണ് വേണ്ടത്, എനിക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയായിരിക്കും റീഡ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്ങിന് ഉപകാരപ്രദമാണ്. ഇവിടെ ക്രിട്ടിക്കൽ റീഡിങ് പരീക്ഷയ്ക്ക് വരുമ്പോൾ ആദ്യമേ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ചാപ്റ്റർ കണ്ടന്റ് വായിക്കുമ്പോൾ കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് വായിക്കാൻ പറ്റും. നെക്സ്റ്റ് വാക്ക് റീഡ് നമുക്ക് വേണ്ടത് പാസീവ് റീഡിംഗ് അല്ല, ആക്റ്റീവ് റീഡിംഗ് ആണ്. എന്താണ് ആക്റ്റീവ് റീഡിംഗ്? വായിക്കുമ്പോൾ തന്നെ മെയിൻ പോയിന്റ്സ് അടയാളപ്പെടുത്തുക, കീവേഡ്സുകളിൽ നമ്മുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക, എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ അതിനകത്ത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് നോക്കി പിന്നെ അതിനെ ഗൂഗിൾ ചെയ്ത് കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക. ഈ രീതിയിൽ നമുക്ക് റീഡിങ്ങിനെ എഫക്റ്റീവ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ പാരഗ്രാഫ് കഴിഞ്ഞിട്ടും അതിന്റെ മെയിൻ പോയിന്റ്സ് എന്താണെന്ന് ജസ്റ്റ് പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ വരുമ്പോൾ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും. അടുത്ത വാക്ക് റിസൈറ്റ് ആണ്. റീഡിങ് ആൻഡ് റീഡിങ് അല്ല ബെസ്റ്റ് മെത്തഡോളജി, ലേണിങ്ങിന്റെ ബെസ്റ്റ് മെത്തഡോളജി. റീഡ് ചെയ്യുക, വായിക്കുക, പിന്നെ മെയിൻ പോയിന്റ്സ് റിസൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ രീതിയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് റിസൈറ്റ്. 3 റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർഗെറ്റിംഗ് കർവ് എന്നൊരു കൺസെപ്റ്റ് എബിംഗോസ് എന്ന ജർമ്മൻ സൈക്കോളജിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 1885. അതായത് നമ്മൾ വായിക്കുന്നത് കാര്യങ്ങൾ, ഇമോഷണൽ അല്ലാത്ത കാര്യങ്ങൾ 50% നമ്മൾ അന്ന് തന്നെ മറന്നുപോകും. ഒരാഴ്ച കഴിയുമ്പോൾ അതിന്റെ 90% നമ്മൾ മറന്നുപോകും. അതായത് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വായിച്ചതിന് 10% മാത്രമേ നമ്മൾ ഓർത്തിരിക്കുന്നു. അപ്പൊ ഇവിടാണ് റിവ്യൂവിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമുക്ക് ചെയ്യാവുന്നത് എന്താ? ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുക. അതിനൊരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഈ ആഴ്ചയിൽ തന്നെ റിവ്യൂ ചെയ്യുക, ഒരു മാസത്തിനുള്ളിൽ റിവ്യൂ ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ പോകുന്നതിൽ. അതുപോലെ 6 മാസത്തിൽ ഒരിക്കൽ റിവ്യൂ ചെയ്യുക. ഈ രീതിയിലാണ് പോകുന്നതിൽ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ഇതെല്ലാം ലോങ് ടേം മെമ്മറിയിലോട്ട് പോകും. അപ്പോൾ പഠനം വളരെ രസകരമായി കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.